മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു അല്ലെ? അതെ, നമ്മുടെ സുരേന്ദ്രകുമാർ എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകൻ ചോദിച്ചു, ഞാൻ താമസിച്ചാണ് വന്നത്, എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. ഒന്നുകൂടെ പറയാണ്, കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള ചിറ്റേക്കര ബണ്ട് റോഡിലാണ് നിൽക്കുന്നത്. മനോഹരമായ പ്രകൃതി, അതുപോലെ തന്നെ ഒരു കോമ്പിനേഷൻ ഓഫ് നഗരം ഗ്രാമം അല്ലെ. ഒരു വശത്ത് നോക്കുമ്പോൾ ഫ്ളാറ്റുകളും കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതേസമയം ഗ്രാമത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അതെ, നമ്മളിവിടെ നിൽക്കുമ്പോൾ നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഗാനം കേൾക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ വലതുവശത്തായിട്ട് ഒരു ചെറിയ പുഴ അരുവിയുണ്ട്. അതെനിക്ക് തോന്നുന്നു ക്രിസ്റ്റീന, നമ്മുടെ കടമ്പ്രയാറിന്റെ ഒരു കൈവഴി, ചെറിയ കൈവഴിയാണെന്ന് തോന്നുന്നു. അത് ഇതിലെ നടക്കാൻ പോകുന്നവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അതുപോലെ അതിന്റെ അപ്പുറത്തൊരു ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഒരുപാട് പേർ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നല്ല മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മുടെ ഈ മോർണിംഗ് വാക്ക് ഇങ്ങനെ പുരോഗമിക്കുന്നത്. പക്ഷെ വാർത്തകൾ അത്ര സുഖമുള്ള വാർത്തകളല്ല പലപ്പോഴും വരുന്നത്. ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിന്റെ ആ ഒരു കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് പോകേണ്ടതുണ്ട് നമുക്ക്. കഴിഞ്ഞ ദിവസം രാത്രി പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തിരുന്നു. അപ്പൊ നമ്മുടെ ടീമൊക്കെ രാത്രി തന്നെ അവിടെ പോയി ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരുന്നു. നമുക്ക് കൊൽക്കത്തയിലേക്ക് പോകണം. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കുകയാണ്. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. അതെ, പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രതിയുടെ മാതാവും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നിർണായകമാണ്. സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടയാക്കിയ കേസിലാണ് കൊൽക്കത്ത സിയാൽദ കോടതി ഇന്ന് ശിക്ഷ വിധിക്കുക. പ്രതി സഞ്ജയ് റോയ് 31-കാരിയായ ജൂനിയർ ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും ശാസ്ത്രീയമായി തെളിഞ്ഞെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. പ്രതിക്ക് നൽകാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ജീവപര്യന്തമാണെന്ന് വിചാരണ കോടതി ജഡ്ജി അനിർബാൻ ദാസ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളുടെ വേദന തനിക്കറിയാമെന്നും മകനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും എതിർപ്പില്ലെന്നും പ്രതിയുടെ മാതാവും പ്രതികരിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതി കഴിഞ്ഞ ദിവസവും കോടതിയിൽ ആവർത്തിച്ചു. ഒരു IPS ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. പ്രതിഭാഗത്തിന്റെ അടക്കം വാദം കേട്ട ശേഷമാകും കോടതി ശിക്ഷ വിധിക്കുക. 24 ഡൽഹി. ഇനി നമുക്ക് ചേന്ദമംഗലത്തെ വാർത്തയിലേക്ക് പോകാം. ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതുവിനായി പോലീസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ വിധി ഇന്ന്. 5 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ട് പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നത്. കൊലപാതക സമയത്ത് ഋതു ലഹരിയിൽ അല്ലായിരുന്നുവെന്നും മാനസിക വൈകല്യം ഇല്ല എന്നും പോലീസ് വ്യക്തമാക്കി. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഋതുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ്. 3 പേരെയും കൊന്നത് താൻ തന്നെയെന്ന് പോലീസിനോട് ഋതു സമ്മതിച്ചിട്ടുണ്ട്. സംഭവ സമയത്ത് പ്രതി ലഹരിയിലല്ലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഋതുവിന് മാനസിക വൈകല്യമില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്ന രേഖകൾ പോലീസിന് ശേഖരിക്കണം. ചേന്ദമംഗലം സ്വദേശികളായ വേണു, ഉഷ, വിനീഷ എന്നിവരെയാണ് ഋതു അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ആശുപത്രിയിൽ തുടരുകയാണ്. 24 കൊച്ചി. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിലുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകൻ ആരാണെന്ന് ഞാൻ മറന്നുപോയി. സീന മുഹമ്മദ് പറയുന്നതോട് ആ പ്രതിയുടെ മാതാവിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വളരെ ശരിയാണ്. കാരണം എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ സഹോദരനായാലും സഹോദരി ആരായാലും കുറ്റം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ, അല്ലാതെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ന്യായീകരണങ്ങളും ഒക്കെ ചെയ്യുന്നതിന് പകരം പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് പ്രതിയുടെ മാതാവ് പറയുന്നത്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു കവിതയുണ്ട്, മക്കളില്ലെങ്കിൽ ഇല്ലെന്നൊറ്റ ദുഃഖമേ, മക്കൾ പിഴക്കിൽ പെരുകുന്നിതാധികൾ, മക്കളെ ചൊല്ലി മരണക്കിടക്കയിൽ പോലും വിളിക്കുന്നു പ്രാണങ്ങൾ എന്നാണ് പറയുന്നത്. അത് പലപ്പോഴും ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ നമുക്കത് ശരിയാന്ന് തോന്നുമല്ലേ? മക്കളെ ചൊല്ലി ഇങ്ങനെ ആധി പിടിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ വളർത്തി വലുതാക്കുമ്പോൾ ഈ മകൻ ഇത്തരം ഒരു ക്രൂരമായ കൃത്യം ചെയ്യുമെന്ന് ആ മാതാവ് ഒരിക്കലും വിചാരിച്ചു കാണില്ല. എന്തായാലും ആ മാതാവും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദുഃഖം മനസ്സിലാക്കുന്നു, ആ രീതിയിൽ തന്നെ നിൽക്കുന്നു. അതെ, സമയം 6 മണി കഴിഞ്ഞ് 38 രവികുമാർ PB കമന്റ് ബോക്സിൽ ഹാജരെടുക്കണമെന്ന് പറയുന്നുണ്ട്. സന്തോഷ്, ബിന്ദു P നായർ, സീന മുഹമ്മദ്, ഹുസൈൻ, സിന്ധു, വിശ്വൻ, ഈറ്റ് ആൻഡ് ട്രാവൽ ബൈ സുഹൈൽ, വസന്തകുമാരി, അനോറ, അച്ചൂസ് കിച്ചൻ, രജീന, സുധാ വിശ്വൻ, മിൻസി വി, സന്തോഷ്, ഇവരെല്ലാവരും ഡിങ്കൻ ആന്റണിയാണ്. ഷാനി P തിരൂരിൽ നിന്ന്, അഞ്ജന, അങ്ങനെ കുറെ പേരുണ്ട്. ബാക്കി പേരുടെ പേര് പിന്നെ വായിക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകണം.
നമ്മുടെ കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഇതുപോലെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുതുപ്പാടി സുബൈദ കൊലപാതക കേസ് അല്ലെ. പ്രതി ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നാളെ അപേക്ഷ നൽകും. താമരശ്ശേരി കോടതിയിലാണ് അപേക്ഷ നൽകുക. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും തെളിവെടുപ്പുകൾ നടത്തേണ്ടതുമുണ്ട്. മാതാവ് സുബൈദയോടുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇയാൾ സുബൈദയെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണത്താൽ വീട്ടിൽ നിന്ന് മാരകായുധങ്ങളെല്ലാം മാറ്റിയിരുന്നതായും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം, ആ വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രി അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിരുന്നു. ഇത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന ഉപവാസം ഇന്ന് അവസാനിപ്പിക്കും. മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗം ചർച്ച ചെയ്യും. മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം നിലച്ചിട്ട് ഇന്നേക്ക് 11 ദിവസമാകും. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിലെ ന്യായവില മരുന്ന് കടകളിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയത്. ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്ന് വിതരണക്കാർ നിലപാട് കടുപ്പിച്ചു. ഇതോടെ മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം രൂക്ഷമായി. പരിഹാരം ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന 24 മണിക്കൂർ ഉപവാസം പുരോഗമിക്കുകയാണ്. ഉപവാസം ഇന്ന് രാവിലെ 8 മണിക്ക് അവസാനിക്കും. കേന്ദ്രം ആരോഗ്യമേഖലയ്ക്ക് പണം അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം മരുന്ന് വിതരണക്കാർ തള്ളി. ഈ ന്യായീകരണം ശരിയല്ലെന്നും കുടിശ്ശിക ഉടൻ തന്നു തീർക്കണമെന്നും വിതരണക്കാർ ആവശ്യപ്പെട്ടു. കുടിശ്ശിക നൽകാതെ കാരുണ്യ വഴി മരുന്ന് ലഭ്യമാക്കും എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം തങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വിതരണക്കാർ പറഞ്ഞു. ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യും. യോഗത്തിൽ കുടിശ്ശിക സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ബോധ്യപ്പെടുത്തുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. മരുന്നുക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 കോഴിക്കോട്. അപ്പോൾ അങ്ങനെയാണ് വാർത്തകൾ. നമ്മുടെ കുമാർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ലേ? എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. വേറെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. വേറെ വാർത്ത എന്നെന്താ ഉദ്ദേശിച്ചതെന്നൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. നമ്മുടെ ആശാവി പറയുന്നുണ്ടല്ലേ. അതെ, നസീമ കെ ഉൾപ്പെടെയുള്ള കുറേ പ്രേക്ഷകർ പ്രജിൻ സാർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രജിൻ സാറിന് ഇന്ന് വേറൊരു ഷിഫ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് രാവിലെ വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ കൊള്ള. അപ്പോൾ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, കുമാർ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള വാർത്തകൾ. പക്ഷേ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതെ, പ്രധാനപ്പെട്ട വാർത്തകൾ കൊലപാതകത്തെ കുറിച്ചൊക്കെ ആവുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അതും നിങ്ങൾ പറയില്ലേ. അപ്പൊ കൃത്യമായിട്ട് വാർത്തകൾ എത്തിക്കുക, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്പം ഈ മോർണിംഗ് വാക്കിലൂടെ നമ്മുടെ ഒരു ഹെൽത്ത്, നമ്മുടെ ഈ ഒരു ടീമിന്റെ മൊത്തം ഹെൽത്ത് സൂക്ഷിക്കുന്നു. ഒപ്പം നിങ്ങൾ പ്രേക്ഷകരും അതുപോലെ തന്നെ രാവിലെ ഓടാനും നടക്കാനും ഒക്കെ പോയി കാണും എന്ന് കരുതുന്നു. നമ്മുടെ വാർത്തായാത്ര തുടരുമ്പോൾ ഷഫീർ മണ്ണാർക്കാട്, ഗുഡ് മോർണിംഗ് ലേഖ ചേച്ചി, പവിത്രൻ ചേട്ടാ, പവിത്രൻ പാതിരപ്പറ്റയാണ്, മുക്താർ, ഫസീല പാറയിൽ, ജമാൽ, ജോർജ് സെബാസ്റ്റ്യൻ, അഷ്റഫ് കല്ലട, നസീമ, ബാഗീഷ്, റീന സതീശൻ പറയുന്നുണ്ട്. പലരും ID മാറ്റിയൊക്കെ വരുന്നുണ്ട്. ഈ ID ഒക്കെ മാറ്റി വരുമ്പോൾ നല്ല കമന്റുകളൊക്കെ ചെയ്യാൻ ഓർക്കുക കേട്ടോ. അതുപോലെ ന്യൂസിലൻഡിൽ നിന്ന് ഒരാൾ ഇന്ന് എല്ലാ ദിവസവും കാണുന്നുണ്ട്. 24ന്റെ വാർത്തകൾ നന്നായിരുന്നു എന്ന് അറിയിച്ചിരുന്ന പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കുക. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഓരോ കാര്യങ്ങൾ പറയുക, ഞങ്ങളത് വായിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മോർണിംഗ് വാക്കിലേക്ക്. അപ്പൊ നടന്ന് 6:45 സ്മൃതി, ആ ഒരു വിഷ്വല് കണ്ടോ? ഒരു സൈഡിൽ ഇങ്ങനെ മരങ്ങൾ നല്ല ഭംഗിയായിട്ട്, അപ്പൊ വിദേശ രാജ്യം പോലെ തോന്നുകയാണ്. ഇപ്പുറത്ത് കെട്ടിടങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് കെട്ടിടങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ വേറെ ഏതോ രാജ്യത്ത് എത്തിയതുപോലെ തോന്നുന്നു. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. കൃഷ്ണ പറഞ്ഞ പോലെ നഗരവും ഗ്രാമവും ഒരുമിക്കുന്നത് പോലെയാണ് അല്ലെ. ഗ്രാമത്തിന്റെ എല്ലാ നന്മകളും പ്രകൃതി ഭംഗിയും ഒക്കെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെട്ടിടങ്ങളും ഉണ്ട്. കുടിവെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത പ്രദേശമാണ് ഇതെന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പള്ളിക്കര വീഗാലാൻഡിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജന് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നാണ്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നൽകിയ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് S മനു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുക. സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും നടപടികളിൽ വീഴ്ചയില്ലെന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഇതിനെതിരെയാണ് അപ്പീൽ.
MJ സോജന് IPS ലഭിക്കാനുള്ള സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെക്കാനാകില്ല എന്നായിരുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചത്. വാളയാറിൽ സഹോദരങ്ങളായ പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു MJ സോജൻ. 2017 ജനുവരി 3-നും മാർച്ച് 4-നുമാണ് പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ മാതാപിതാക്കൾക്കെതിരെ ബലാത്സംഗ പ്രേരണ കുറ്റം CBI ചുമത്തിയിട്ടുമുണ്ട്. ഇനി ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൽഹിയിൽ നല്ല തണുപ്പാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂടുമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 719 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. 1522 നാമനിർദ്ദേശ പത്രികകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണങ്ങളിലേക്ക് പാർട്ടികൾ കടന്നിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി 40 താരപ്രചാരകരെ പ്രഖ്യാപിച്ചു. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, ഭാര്യ സുനിത കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയവർ പട്ടികയിലുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായ ആക്രമണം BJPക്കെതിരെ ആയുധമാക്കിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. അവസാനഘട്ടത്തിൽ മദ്യനയ അഴിമതി കേസ് ഉയർത്തിയാണ് BJP ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചാരണം നടത്തുന്നത്. ആം ആദ്മി പാർട്ടിയും BJPയും ജനങ്ങളെ ഒരുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മനോഹരമായ പ്രകൃതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ദൃശ്യം കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആ മരങ്ങളുടെ ആ കൂട്ടം, അതൊരു പെയിന്റിങ്, അതുപോലെ ഒരു ഫ്രെയിമാണ് കാണുന്നത്. ഒരു സൈഡിൽ വീടുകൾ കാണാം, ഒരു സൈഡിൽ ആ മരക്കൂട്ടം കാണാം, പാടശേഖരമുണ്ട് മറ്റൊരു സൈഡിൽ. അപ്പോൾ ഈ മനോഹരമായ പ്രകൃതിയിൽ നിന്ന് വാർത്ത അവതരിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അത് പറയാതിരിക്കാനാവില്ല. ഈ മഹ്മൂദ് MP പറയാണ്, ഞങ്ങൾ ഓടാനും വ്യായാമം ചെയ്യാനും പോയാൽ നിങ്ങളുടെ വാർത്ത ആര് കാണും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കപ്പോൾ നിങ്ങളും വ്യായാമം ചെയ്യുക, ഓടാനും നടക്കാനും ഒക്കെ പോവുക എന്ന് പറഞ്ഞപ്പോ അവര് ചോദിക്കുന്നതാണ്. പക്ഷെ യൂട്യൂബിൽ അല്ലെ പലപ്പോഴും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഈ പലപ്പോഴും റേഡിയോ പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രേക്ഷകരുണ്ട്. എല്ലാ ദിവസവും അവർ പറയാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നടക്കാൻ പോകുമ്പോൾ ചെവിയിൽ ഈ യൂട്യൂബിൽ 24 വച്ച് കാണുകയും കേൾക്കുകയും ചെയ്യാലോ. പിന്നെ ഒരുപാട് കമന്റ്സ്. നമ്മുടെ ടൈറ്റൻ കണ്ണൻ ലതാ ഷൈജു മോർണിംഗ് വാക്കിന് ചേരിങ്കൽ നാട്ടിൽ വന്ന് അവിടുത്തെ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി സംപ്രേഷണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 1 മാസമായി എന്ന് പറയുന്നു. വിഷമിക്കേണ്ട, നമ്മൾ ആ പ്രശ്നം നേരിട്ട് അറിയിക്കേണ്ട, അതായത് മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. വിശദീകരണം അവർ തേടിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ കൂടുതൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ നമുക്ക്? അതെ പോവാം. അത് നമ്മുടെ അങ്കമാലി കുർബാന തർക്കമാണ്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ വൈദികരുമായുള്ള സമവായ ചർച്ച ഇന്ന് വീണ്ടും നടക്കും. എറണാകുളം ബിഷപ്പ് ഹൗസിലാകും പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം നടത്തിയ 21 വൈദികരുമായുള്ള ചർച്ച. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടുണ്ടായ സംഘർഷമൊക്കെ ഒന്ന് അയവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ബിഷപ്പ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു. വൈദികർ പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ. അവർ പ്രാർത്ഥനാ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ വലിച്ച് ബലമായി തന്നെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഇക്കാര്യത്തിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നുള്ള ചർച്ചകൾ അത് ഏത് രീതിയിലാകും? ക്രിസ്tina, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമവായ ചർച്ച നടന്നിരുന്നു. അതിന് പിന്നാലെ മാർ ജോസഫ് പാംപ്ലാനിയുമായി ഒരു പ്രാഥമിക ചർച്ച നടക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് 2ാം വട്ടവും വീണ്ടും ഒരു കൂടിയിരിക്കലും ചർച്ചയും ഒരു സമവായത്തിലേക്ക് നീങ്ങാനുള്ള നീക്കവുമായി ഇന്ന് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് എറണാകുളത്തെ ബിഷപ്പ് ഹൗസിൽ വെച്ച് തന്നെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന 21 വൈദികരുമായുള്ള സമവായ ചർച്ച നടക്കുക. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പ്രശ്നങ്ങളിലൊരു ശാശ്വത പരിഹാരമാണ്. ഒപ്പം ബിഷപ്പ് ഹൗസിലും ബസിലിക്കയിലും ഒക്കെ ഇപ്പോൾ ഈ വൈദികർക്കും അവരുടെ വിശ്വാസികൾക്കും കയറുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. നിയമപരമായി പോലീസും അതിനെ പ്രതിഷേധത്തിന്റെ സാഹചര്യമൊക്കെ എടുത്ത് വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ബിഷപ്പ് ഹൗസിലേക്ക് കയറുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ വൈദികർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു സമവായ ചർച്ചയായിരിക്കും ഇന്ന് പ്രധാനമായും ഉണ്ടാവുക. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പോലീസ് നടപടിയിൽ DGPക്കും മുഖ്യമന്ത്രിക്കും പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ വൈദികർ പരാതിയും നൽകിയിട്ടുണ്ട്. അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ സമവായ ചർച്ചയിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി കുർബാന തർക്കത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന കാര്യം. അശ്വിൻ പാലാഴിയാണ്
സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയത്. അപ്പോൾ നമുക്ക് ആ വാർത്തകളിൽ നിന്ന് നേരെ പോകേണ്ടത് ശബരിമലയിലേക്ക്. അതെ, ശബരിമലയിലേക്ക് ഞാൻ നോക്കുമായിരുന്നു. പെട്ടെന്ന് വണ്ടികളൊക്കെ വരുമ്പോഴേ നമ്മുടെ ക്യാമറമാൻമാരും പുറകിലേക്കാണ് നടക്കുന്നത്. രാഹുലുണ്ട്, സ്തുതിയുണ്ട്, നമ്മുടെ ലാലു ചേട്ടനുണ്ട്, അതുപോലെ തന്നെ വിവേകും ഡയസും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ ശ്രമത്തിലാണ് ഈ വിഷ്വൽസ് എല്ലാം നമ്മൾ. അതിരാവിലെ ആയതുകൊണ്ട് അധികം വണ്ടികളില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ റോഡിൽ കൂടെ അങ്ങനെ ഒരുപാട് ട്രാഫിക് ഇല്ലെന്ന് തോന്നുന്നു. ശബരിമലയിലേക്ക് പോവാം അല്ലെ. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. പരാതികളും വലിയ പരിഭവങ്ങളും ഒന്നും ഇല്ലാതെയാണ് ഒരു മണ്ഡലകാലം പൂർത്തിയാകുന്നത് അല്ലെ. അതെ, എല്ലാ വകുപ്പുകളും ഒരേ മനസ്സായി പ്രവർത്തിച്ചതോടെ ഭക്തർക്ക് സുഖദർശനത്തിന് വഴിയൊരുങ്ങി. ദേവസ്വം ബോർഡിന്റെ വരുമാനവും മുൻവർഷത്തേക്കാൾ വർദ്ധിക്കുമെന്നാണ് കണക്ക്. കഴിഞ്ഞ മണ്ഡലമാസക്കാലത്ത് ഇതായിരുന്നില്ല ശബരിമലയിലെ അവസ്ഥ. നിലയ്ക്കലിൽ നിന്നും ബസ് കിട്ടാനായി തീർത്ഥാടകരുടെ പെടാപ്പാട്. തുടരെ പ്രതിഷേധങ്ങൾ. പോലീസ് അയ്യപ്പൻ എന്നത് കേവലം പോലീസ് മാത്രമായി മാറേണ്ടി വന്ന അവസ്ഥ. ഇത്തവണ പക്ഷേ അത്തരത്തിലൊന്ന് ആവർത്തിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. വെർച്വൽ ക്യൂ എന്നത് എത്ര കണ്ട് പ്രായോഗികമെന്ന ആശങ്ക അസ്ഥാനത്തായി. പമ്പയിലെ വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കി. സ്പോട്ട് ബുക്കിംഗിലും കൃത്യമായ ഇടപെടൽ. ശരാശരി 90,000 പേർ വരെ മണ്ഡലമാസക്കാലത്ത് ഓരോ ദിവസവും അയ്യപ്പനെ കാണാനെത്തി. എന്നാൽ തിരക്ക് നിസ്സാരമായി നിയന്ത്രിക്കാൻ ADGP ES ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയ്ക്കായി. This particular year, I was staying here quite a long time. I observed, hats off to all police Ayyappan Mars, right from the police constable to higher authorities of IG level. Excellent planning. സാധാരണ പോലീസുകാർ ടേൺ മാറി വരുന്ന സമയങ്ങളിൽ ചില പരാതികൾ ഉയരാറുണ്ട്. ഇത്തവണ പക്ഷേ അതുണ്ടായില്ല. മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പടികയറ്റുന്നത് തങ്ങൾ ആയിരിക്കുമെന്നതിൽ 18ാം പടിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ മത്സരിച്ചു. മകരവിളക്ക് ദിവസം മാത്രം സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് 2 ലക്ഷത്തോളം അയ്യപ്പന്മാർ. നിലയ്ക്കലും പമ്പയിലും കൂടി എടുക്കുമ്പോൾ അത് ഏതാണ്ട് 3 ലക്ഷം കവിയും. ഏറ്റവും ഒടുവിൽ ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോൾ സംതൃപ്തിയുടെ മണ്ഡലകാലമെന്ന സന്തോഷം ഓരോരുത്തരുടെയും കണ്ണിലും മനസ്സിലും. മാളികപ്പുറം മണിമണ്ഡപത്തിനു സമീപത്തെ ഗുരുതിയോടെ മണ്ഡലകാലത്തിന് പര്യവസാനം. ഇനി അടുത്ത മണ്ഡലകാലത്തേക്കുള്ള കാത്തിരിപ്പാണ്. സോളാർ വൈദ്യുതി പദ്ധതി അടക്കമുള്ള പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ദേവസ്വം ബോർഡും തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാനായി എന്ന് മാത്രമല്ല, കാര്യക്ഷമമായി തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാനും ഇത്തവണ അധികാരികൾക്ക് കഴിഞ്ഞു. ദേവസ്വം ബോർഡിനും പോലീസിനും അധികൃതർക്കും ഒരുപോലെ സല്യൂട്ട്. അനന്തു ബി നായർക്കൊപ്പം ശ്രീകുമാരൻ, 24 സന്നിധാനം. സമയം 6:54. അതെ, ഒരാൾ ചോദിക്കുന്നു, ദാവൂദ് KP ചോദിക്കുന്നു, ബ്രേക്ക് ആയെന്ന് നിങ്ങൾ എങ്ങനെ അറിയാന്നു? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ബ്രേക്ക് ആണെന്ന് അമ്മൽ അവിടെ നിന്ന് പറഞ്ഞു. പ്രൊഡക്ഷനിലടക്കം കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ് അല്ലെ. ഒരു മാസക്കാലം നീണ്ടുനിന്ന ശാന്തിഗിരി ഫെസ്റ്റ് സമാപിച്ചു. കൊച്ചിൻ റോക്ക് സ്റ്റാർസിന്റെ സംഗീതരാവ് സമാപനത്തിന് കലാശക്കൊട്ടൊരുക്കി. 3.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഫെസ്റ്റ് മതേതര ഉത്സവമായി മാറിയെന്ന് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പറഞ്ഞു.
2 ഘട്ടങ്ങളിലായി നടന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ 3ാം പതിപ്പ് കലാ സാംസ്കാരിക സാഹിത്യ പരിപാടികൾ കൊണ്ടും ദിനാചരണങ്ങൾ കൊണ്ടും വ്യത്യസ്തമായിരുന്നു. പ്രാദേശിക കലാകാരന്മാരുൾപ്പെടെ നിരവധി പേർക്ക് കഴിവുകൾ പ്രകടമാക്കാനുള്ള വേദി കൂടിയായി ഇത്തവണത്തെ ഫെസ്റ്റ് മാറി. പ്രദേശവാസികൾ ഒന്നടങ്കം പുതുവർഷ പുലരിയെ വരവേറ്റത് ഫെസ്റ്റ് നഗരിയിലായിരുന്നു. 2.5 കിലോമീറ്ററോളം കാഴ്ചയുടെ വസന്തമൊരുക്കിയ ഫെസ്റ്റ് മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും സന്ദേശമെന്ന സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. കേരളത്തിലുടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വലിപ്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കലാ സാംസ്കാരിക സാമൂഹിക വിഷയങ്ങളും അതുപോലെയുള്ള കാഴ്ചകളും ഒക്കെയാണ്, പ്രത്യേകിച്ച് ഫ്ലവർ ഷോ 2ാം ഘട്ടത്തിൽ ഫ്ലവർ ഷോയൊക്കെയാണ് ഇതിനെ കൂടുതൽ മിഴിവേകിയത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ഒരു മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്. സമാപനത്തോടനുബന്ധിച്ച പ്രശസ്ത കാർവിംഗ് വിദഗ്ധൻ ഷജീഷ് പയ്യോളിയുടെ നേതൃത്വത്തിൽ ഐസ് കാർവിംഗ് പ്രദർശനവും നടന്നു. 24 തിരുവനന്തപുരം. അപ്പോൾ ശാന്തിഗിരി ഫെസ്റ്റ് നന്നായി നടന്നു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മൾ കാനഡയിലേക്ക് പോയാൽ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഭരണകൂടത്തിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുമെന്ന് കനേഡിയൻ കൺസർവേറ്റീവ് പാർട്ടി തലവനും മുഖ്യ പ്രതിപക്ഷ പാർട്ടി നേതാവുമായ പിയർ പോളിയ ടൊറന്റോയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കാനഡയുടെ വളർച്ചയ്ക്കായുള്ള പ്രഖ്യാപനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് പിയർ പൊളിയർ. നികുതി ഭാരം കുറയ്ക്കും, സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലേക്ക് നികുതി സമ്പ്രദായം എത്തിക്കും, പാഴ്ചെലവുകൾ കുറച്ച് ഭരണ സംവിധാനം കാര്യക്ഷമമാക്കും, കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനുള്ള ധനസഹായം നിർത്തുമെന്നും പിയർ പൊളിയർ. വരും വർഷങ്ങളിൽ ജനസംഖ്യ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യം, പാർപ്പിടം, തൊഴിൽ എന്നീ മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ജനസംഖ്യാ വളർച്ചയിൽ കുറവ് വരുത്തണം. വിദഗ്ധ തൊഴിലാളികൾക്ക് കുടിയേറ്റത്തിനുള്ള അവസരം നൽകുമെന്നും പൊളിയർ പറഞ്ഞു. ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ പൊളിയർ അതിരൂക്ഷ വിമർശനമുന്നയിച്ചു. ട്രൂഡോയുടെ ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമായി, നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല, ജനങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള അവസരമില്ലാതായി, കുടിയേറ്റക്കാരുടെ കൃത്യമായ കണക്ക് പോലും സർക്കാരിന്റെ കയ്യിലില്ല, അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരെ മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുമെന്നും പിയർ പൊളിയർ വ്യക്തമാക്കി. ഈ വർഷം ഒക്ടോബർ 20 മുൻപ് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമ്മളോട് പറയാണ്, അബ്ദുൾ ലത്തീഫാണ്, നിങ്ങളിങ്ങനെ നടന്ന് മൊബൈൽ നോക്കി വാർത്ത വായിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കണ്ണിന് ശരിയല്ല, കാര്യമായി ബാധിക്കുമെന്ന് പറയുന്നു. അതെ, മൊബൈലിൽ അങ്ങനെ നോക്കിയാൽ കണ്ണ് ഇത് ബാധിക്കും. നമ്മൾ ഇങ്ങനെ ഈ വഴിവിളക്കൊക്കെ കാണുമ്പം അനിൽ പനച്ചൂരാന്റെ ആ കവിതയില്ലേ, വലയിൽ വീണ കിളികളാണ് നാം, ഞങ്ങളുടെയൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദേശീയ ഗാനം പോലെയുള്ള ഒരു ഗാനമായിരുന്നു അത്, കവിതയായിരുന്നു അത്. വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം, ഈ വഴിയിലെന്ത് നമ്മൾ പാടണം. കേട്ടിട്ടില്ലേ അത്? അതെ, നല്ല കവിതയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ ഈ പറയുന്ന പോലെ വാണിജ്യവൽക്കരണവും ഒക്കെ അതില് ഈ കിളികളുടെ പാട്ടിന്റെ രൂപത്തില് പറയുന്ന ഒരു കവിതയാണ്. അതെ, പരശുരാനൊക്കെ എത്ര നല്ല കവിതകൾ നമുക്ക് ഇനിയും സമ്മാനിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. നേരത്തെ പോയി അദ്ദേഹം, അല്ലെ? അതുപോലെ നമ്മളെ ഈ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും അതുപോലെ പൂക്കാത്ത മുല്ലയ്ക്ക് പൂവിടാൻ കാത്തെന്റെ പൂക്കാലമെല്ലാം കൊഴിഞ്ഞു പോയി. ഇങ്ങനെ ഒരുപാട് കവിതകൾ. അപ്പൊ പെട്ടെന്ന് ആ കോളേജ് കാലത്തിലേക്ക് ഒന്ന് മടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിന്റെ അന്തരീക്ഷമായിരിക്കും നമ്മളെ അങ്ങനെ നൊസ്റ്റാൾജിക് ആക്കുന്നത്, അല്ലെ? ടോസ് സനു പറയുന്നുണ്ട്. അപ്പൊ എസ്കേൻ അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. നമ്മുടെ മോർണിംഗ് വാക്ക് അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.